അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൂറുൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് നമ്മളുടെ ഇച്ചുമോളുടെ മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളാണ് ഇസ്രയുടെ കല്യാണത്തിന് അവൾ ആഗ്രഹിച്ച പോലെ ഒരു മെഹന്തി ഡിസൈനിങ് ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫാമിലി ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കും നല്ല രീതിയിൽ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ആ ഫംഗ്ഷനും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് നല്ലൊരു ടാസ്ക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ വലിയൊരു ഫംഗ്ഷനായിട്ടൊന്നും അല്ലായിരുന്നു ഇസ്രയുടെ മെഹന്തി. നമ്മൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സും കൂടി ജസ്റ്റ് ഒരു മെഹന്തി ഇടുക, ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് കൂടുക, അത്രയും തന്നെ ഉണ്ട് വിചാരിച്ചോളൂ. പിന്നെ ഓരോ വൈബിലുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ. ആ ബ്രൈഡ് ഇസ്ര മോൾക്ക് ആകെ ഒരു ടെൻഷനായിരുന്നുള്ളൂ. മെഹന്തി കളർ വരണം, അവളുടെ കയ്യിൽ ഒട്ടും കളർ വരാറില്ല. അപ്പോൾ കളർ വരുന്ന ഒരു കോണായിരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂസ് ചെയ്തത് നമ്മൾ ബ്രൈഡൽ കോണാണ്. ബ്രൈഡൽ കോണിൽ ഞാൻ യൂസ് ചെയ്തത് ടീ ട്രീ ഓയിൽ മാത്രമാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മെഹന്തി ഇട്ടത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫാമിലി. എൻ്റെ ഫാദർ സൈഡാണ്. അൽഹംദുലില്ലാ വലിയ ആളുകളും കുട്ടികളും ഒപ്പം ഭാബിമാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഓരോ വൈബിൽ നിന്നിട്ട് നമ്മൾ പരിപാടി ഗ്രാൻഡായി. ഒപ്പം നമ്മളുടെ മൈലാഞ്ചിയും ഒരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂറിൽ നമുക്ക് മെഹന്തി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അതിനുശേഷം നമ്മൾ കുറച്ച് കസിൻസിനൊക്കെ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 1 മണിയായി നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ.